ഹായ്. ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന എത്ര പാരൻസ് സ്വന്തം മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, അതിപ്പോൾ കോമൺ ആണ്. അത് പറഞ്ഞു കൊടുക്കാതെ നിവർത്തിയില്ല. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരു പ്രായം എത്തിയിട്ടുള്ള ആൺകുട്ടിക്കും അതേപോലെ തന്നെ പെൺകുട്ടിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് പറയാൻ പറ്റുന്ന എത്ര പാരൻസ് ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ നിന്ന്, നീ എന്തിനാ അത് ചെയ്ത് ഇത് ചെയ്ത് എന്ന് പറയുന്ന പാരൻസാണ് കൂടുതൽ ഇപ്പോൾ പോലും ഉള്ളത്. ഓക്കെ, എൻ്റെ കൊച്ചിൻ്റെ മുകളിൽ ആ തെറ്റ് അവർ കാണിച്ചതായിരിക്കും തെറ്റ് എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്ന പാരൻസിൻ്റെ കാട്ടിൽ നീ അത് ചെയ്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന പാരൻസ് ഇപ്പോഴും ഉണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 10-15 വയസ്സുള്ള പിള്ളേർ ഈ ടെലിഗ്രാമിൽ ഗ്രൂപ്പ്സിനകത്ത് കുറേ പിള്ളേരുണ്ട്. ഇപ്പം ഞാൻ റീൽസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള പെൺപിള്ളേരായിരുന്നു പണ്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഹറാസ് ചെയ്യും, അവരെ കുറിച്ചിട്ടുള്ളായിരുന്നു ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മോശമായിട്ട് ഇടണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ള നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയുടെ ഫോട്ടോസ്, അതേപോലെ തന്നെ കൂടെ പറന്നിട്ടുള്ള സ്വന്തം പെങ്ങൾമാരുടെ ഫോട്ടോസൊക്കെയാണ് അവരത്രയും മോശമായിട്ടും വൾഗറായിട്ടും ഇടുന്നത്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എന്നാലും അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റൊക്കെ അവൈലബിൾ ആയിട്ട് ഉള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മുടെ പണ്ടുള്ള കാലത്തൊന്നും ഇത്രയ്ക്ക് അവൈലബിൾ അല്ല. എന്തുണ്ടെങ്കിലും നമ്മുടെ ചുറ്റും നമ്മുടെ പാരൻസ് എല്ലാം ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും വഴിതെറ്റി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ എക്സ്ട്രീം എന്തോരമുണ്ട് എന്നെല്ലാം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. ജനിച്ച് വീഴുന്ന കൊച്ചു കരയുമ്പോൾ തന്നെ അവരെ നോക്കിയാവാൻ വേണ്ടി ഫോൺ കൊടുക്കുന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അവർ ആ ഫോണിൽ എന്ത് നോക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിനക്ക് ആ ഒരു ഫോണിനകത്ത് നോക്കുമ്പോൾ ഒരേ കാര്യം, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും അത് നല്ല രീതിക്കും ഉണ്ടാവാം, മോശ രീതിക്കും ഉണ്ടാവാം. അത് നല്ലത് ഇതാണ്, മോശം ഇതാണെന്ന് ആദ്യം നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ അത് പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് അവർക്കത് നോക്കുമ്പോൾ ഓക്കെ ഇത് മോശമാണ് അല്ലെങ്കിൽ ഇതാണ് ശരി എന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം, അതെന്തോ വലിയ പാപമാണ്, തെറ്റാണ് എന്ന് വിചാരിക്കുന്ന പാരൻസ് ഉള്ളിടത്തോളം കാലം മക്കളിങ്ങനെ വഴിതെറ്റി പൊയ്ക്കൊണ്ടേയിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാലം എത്തിയിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ മാത്രം നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഇതാണ് തെറ്റ്, ഇതാണ് ശരി എന്നാണ് ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അവർക്ക് മേ ബി അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും മക്കളെ ശ്രദ്ധിക്കേണ്ടത് പാരൻസിൻ്റെ കടമയാണ്. അപ്പോൾ ഇന്നൊക്കെ എത്രയുള്ളൂ. ബൈ.